ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ റമളാന്റെ 2 നമ്മിൽ നിന്ന് അവസാനിക്കുകയാണ്. മൂന്നാമത്തെ 10 നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ പുറത്ത് ശക്തമായ ചൂട്, ശക്തമായ വെയില്, കൂലിപ്പണി ചെയ്യുന്നവരൊക്കെ ആകെ ബുദ്ധിമുട്ടുന്നു, പ്രയാസപ്പെട്ട് നോമ്പ് നോൽക്കുന്നു. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും ശ്രദ്ധേയമായ, പരിശുദ്ധ റമളാനിൽ തന്നെ ഏറ്റവും കൂടുതൽ കൂലി ലഭ്യമാകുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തരമായ രാത്രി, 1000 രാവിനേക്കാൾ 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമുള്ള പുണ്യരാവുള്ള ഒരു 10 നമ്മൾ കടന്നു വരുന്നത്. 21-ാം രാവാണ് ഇന്ന്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷം പോലെ കുറെ പേരൊക്കെ ഒന്ന് ഇഅ്തികാഫിരിക്കുന്നത് പോലെ ഇരിക്കാം, ദുആ ചെയ്യാം, അമലുകൾ ചെയ്യാം. അങ്ങനെ സജീവമാകേണ്ട അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 കെട്ട് കഴിഞ്ഞ് കിടന്നാൽ, അതായത് ഇന്നത്തെ മഗ്രിബ് നമസ്കാര ആരംഭം മുതൽ ശദ്ദം ഇസ്റഹു വഅയ്ഖല അഹ്ലഹു എന്നാണ്. അരമുണ്ട് മുറുക്കി കെട്ടും. എന്നിട്ട് റസൂലുള്ളാഹി അതിന്റെ ഭാര്യമാരെ വിളിച്ചെഴുന്നേൽപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്ഖും മിനന്നാറാണ്, നരകമോചനത്തിന്റെ 10. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, സ്വർഗ്ഗപ്രവേശനത്തിന്റെ 10 വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതാണ് ഇന്നത്തെ ദുആ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ചിന്താശകലങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ലോകമാകമാനം പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഇസ്രായേൽ ജൂത പട്ടാള മനുഷ്യത്വമില്ലാത്ത കാട്ടാളന്മാർ, അവർ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് മനുഷ്യത്വകുരുതിയുടെ ഏറ്റവും വലിയ വൃത്തികെട്ട സ്വഭാവം, കിരാതനമായ സ്വഭാവം കഴിഞ്ഞ ദിവസങ്ങളിൽ 100 കണക്കിന് കുഞ്ഞിളം പൈതലുകളുടെ ശിരസറ്റ കബന്ധങ്ങൾ ഫലസ്തീന്റെ ഖാൻ യൂനിസിലും ഗസയിലുമൊക്കെ ഉരുളുമ്പോൾ, നമ്മൾ സുഗാഡംബരങ്ങളുടെ പർദീസയിൽ ശീതീകരിച്ച പള്ളിയിൽ നല്ല പച്ച കാർപ്പറ്റിന്റെ മുകളിൽ നോമ്പിന്റെ അവസ്ഥയിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് ദുആ ചെയ്യുമ്പോൾ ഏത് ദുആ അള്ളാഹ് സ്വീകരിക്കുക? നമുക്കിപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കാൻ 100 കാര്യങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ പൈസകൾ. പക്ഷെ ഒരു സമൂഹം മൊത്തം അവർ കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് മാത്രമല്ല, ജീവിക്കാൻ പോലും അനുവാദമില്ലാതെ ഒരു ഭൂമിയുടെ ഒരു അറ്റത്ത് അവർ കിടന്ന് പിടയുകയാണ്. ഇവിടെ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നീ അത് കാണുന്നില്ലേ എന്നുള്ളത്. നമ്മളതൊന്നും കാണാതെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിച്ചത് കൊണ്ട് ഒരൊറ്റ ദുആ പോലും അള്ളാഹു സ്വീകരിക്കും എന്ന് എന്റെ ഖൽബിന് തോന്നുന്നില്ല, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതാണ് നമ്മൾ പറഞ്ഞ റഹ്മത്തിന്റെ 10 കഴിയുമ്പോഴും ഇർഹമൂ തുർഹമൂ, നീ കരുണ ചെയ്യണം, മറ്റുള്ളവന്റെ വേദനയിൽ നീ പങ്കാളിയാകണം എന്നുള്ളത്. നമുക്കിപ്പോഴും സ്വർഗത്തിന്റെ ഉന്നത സോപാനത്തിൽ വിരാജിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ദുആയിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ദുആയിൽ, നിങ്ങൾ എന്ത് ചോദിക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നിങ്ങളുടെ വണ്ടികളിൽ, നിങ്ങളുടെ വാഹനങ്ങളിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നേ നമ്മൾ അള്ളാഹുവിനോട് പറയേണ്ടത്, ഫലസ്തീന്റെ മണ്ണിൽ സമാധാനത്തിന്റെ ഒരു വിത്ത് നീ പാകണേ അല്ലാ എന്ന് അള്ളാഹുവിന് തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നമുക്ക് സ്വർഗം ചോദിക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. അവരന്റെ ബുദ്ധിമുട്ടുകളും അവരന്റെ പ്രയാസങ്ങളും നമ്മുടെ ദുആയിൽ ഉൾക്കൊള്ളിക്കുമ്പോഴാണ്, നിങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ മൈക്കിൽ കൊട്ടിപ്പാടുന്നതല്ല, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് മൈക്കിൽ അല്ലാഹ് ഇന്നാളെ കാക്കട എന്ന് പറയലല്ല. നിങ്ങൾ ആരും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി പാതിരാവിന്റെ മറവിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും വേണ്ടിയിട്ട് എനിക്ക് ദുആ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ആ ദുആയ്ക്കാണ് മൂല്യം. അതുകൊണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ദുആ അർഹിക്കുന്ന ആളുകൾ അത് ഫലസ്തീൻ ജനതയാണ്. അള്ളാഹു അവർക്ക് മോചനം നൽകട്ടെ, അള്ളാഹു അവർക്ക് സമാധാനം നൽകട്ടെ. ജൂത പലിശ പിശാചുക്കളെ അള്ളാഹു കെട്ടിപ്പൂട്ടിയവരെ മാറ്റിമറിക്കട്ടെ. ഫിർഔനും അബൂജഹലെയും കൊന്നൊടുക്കിയ പടച്ചവൻ നെതന്യാഹു എന്ന ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ വൃത്തികെട്ട ഭരണാധികാരിയെ അള്ളാഹു ഈ പരിശുദ്ധ റമളാന്റെ ഹക്കുകൊണ്ട് പിടിച്ചു കെട്ടുമാറാവട്ടെ. അവന് വേണ്ടിയിട്ട് ഓശാന പാടുന്ന സകല നെറികെട്ട സാമ്രാജ്യത്വ ശക്തികൾക്കും അള്ളാഹു താക്കീതെന്നോണം പ്രകമ്പനങ്ങളും ഭൂകമ്പങ്ങളും അവരെ അവിടെ പിടിച്ചു കെട്ടാനുള്ള സർവ്വ സംവിധാനങ്ങളും ഒരുക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്തു പോവുകയാണ്. അത്ര വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് നമുക്ക് സ്വർഗം ചോദിക്കാം, എന്നിട്ട് നമുക്ക് പറയാം അദ്ഖിൽനിൽ ജന്ന, എന്നെ നീ സ്വർഗത്തൂടെ കേറ്റണേ അല്ലാഹ്. നമ്മൾ അങ്ങനെ പറയുമ്പോ സ്വർഗത്ത് കയറാനുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. പരിശുദ്ധ റമളാനിൽ ആ ക്വാളിറ്റി നമ്മൾ നേടിയെടുക്കണം.
പരിശുദ്ധ റമളാനിൽ ആ സ്വർഗം ചോദിക്കാനുള്ള എന്തെങ്കിലും ഒരു യോഗ്യത, അതെന്തിനാ ഉസ്താദെ യോഗ്യത വേണം. എന്നാലാണ് അള്ളാഹിനോട് സ്വർഗം ചോദിച്ചാൽ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കിയേ, ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചില സംസാരങ്ങളുണ്ട്. കലാമുഹു ഹാ തുരീദു അൻ തസ്കുനൽ ഫിർദൗസ്. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫിർദൗസ് എന്ന അള്ളാഹുവിന്റെ റസൂല് കടന്നു പോകുന്ന സ്വർഗമാണല്ലേ? ആ സ്വർഗമാണ് നിങ്ങൾക്ക് വേണ്ടത്. അവരെ ആ റഹ്മാനായ ആ സ്വർഗീയമായ എല്ലാ സന്തോഷങ്ങളോടുകൂടിയും അവിടുത്തെ അമ്പിയാക്കന്മാരുടെ സിദ്ദീഖീങ്ങളുടെ അവിടെ സ്വർഗത്തിൽ താമസിക്കുന്നവരുടെ അയൽവക്കത്ത് നിങ്ങൾക്കും കഴിയണം എന്നാണല്ലേ നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. വതുജാവിറു റഹ്മാനു ഫീ ദാരിഹി മഅൻ നബിയ്യിന വസ്ദിഖീന വശുഹദാഇ വസ്വാലിഹീൻ. എന്നിട്ട് മഹാനവർ ഒരു 7 ചോദ്യം ചോദിക്കുന്നുണ്ട്. 7 ചോദ്യം. മറുപടി ഞാനും നിങ്ങളും പറയണം. ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, ബി അയ്യി അമലിൻ അമൽതഹു. നീ ആ സ്വർഗത്ത് കടക്കാൻ നിന്റെ ഈ ആയുസിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു അമല് നീ ചെയ്തിട്ടുണ്ടോ? സ്വർഗത്ത് കടന്നു പോവാൻ ഏതെങ്കിലും ഒരു അമല്, ഈ അമല് കൊണ്ട് എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റുമെന്നുള്ള ഏതെങ്കിലും ഒരു അമല് നീ ചെയ്തിട്ടുണ്ടോ? ബി അയ്യി ശഹ്വത്തിൻ തറക്തഹാ. നിന്റെ ഏതെങ്കിലും ഒരു ആഗ്രഹം നീ മാറ്റി വെച്ചിട്ടുണ്ടോ? നിന്റെ ഏതെങ്കിലും ഒരു വിചാരം, നിന്റെ ആഗ്രഹം, അഭിലാഷം, എനിക്ക് സ്വർഗം വേണം, ദുനിയാവിന്റെ ഈ ആഗ്രഹം എനിക്ക് വേണ്ട എന്ന് നീ എപ്പോഴെങ്കിലും നിന്റെ ആഗ്രഹം നീ മാറ്റി വെച്ചിട്ടുണ്ടോ? ബി അയ്യി ഗൈളിൻ ഖലംതഹു. ആ സ്വർഗം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്റെ ദേഷ്യത്തിന്റെ, കോപത്തിന്റെ നീര് എപ്പോഴെങ്കിലും നീ ഒന്ന് കടിച്ചിറക്കിയിട്ടുണ്ടോ? ചോദിക്കാണ് ബഹുമാനപ്പെട്ടവർ. ബി അയ്യി റഹ്മിൻ ഖാത്തിഇൻ വസൽതഹാ. മുറിഞ്ഞു കടന്ന ബന്ധങ്ങളെ, നിന്റെ കുടുംബ ബന്ധത്തിന്റെ ശിഥിലമറ്റുപോയ നിന്റെ കുടുംബ ബന്ധങ്ങളെ എനിക്ക് സ്വർഗം വേണം എന്ന രൂപത്തിൽ നീ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ? ബി അയ്യി സല്ലത്തിൻ ലി അഖീക ഗഫർതഹാ. നിന്റെ കൂട്ടുകാരൻ, നിന്റെ കൂടപ്പറപ്പ് നിന്നോട് ചെയ്ത എന്തെങ്കിലും ഒരു അപരാധം, ഏതെങ്കിലും അത് പോട്ടെ, എനിക്ക് എന്റെ അള്ളാഹുവും സ്വർഗം മതി എന്ന് പറഞ്ഞ് നിന്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നീ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ നീ ചെയ്തിട്ടുണ്ടോ? ബി അയ്യി ഖരീബിൻ ബഅതഹു ഫില്ലാഹി ബി അയ്യി ബഈദിൻ ഖറബതഹു ഫില്ലാഹ്. നീ എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിന്റെ സ്വർഗം ചോദിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്. ഒന്ന് സ്വന്തം ഹൃദയത്തോട് ചോദിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നമ്മളൊന്ന് ചോദിച്ചു നോക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി നമുക്കുണ്ടോ? പടച്ചോനെ നിന്റെ സ്വർഗം എനിക്ക് തരണേ അല്ലാഹ് എന്ന് പറയാൻ അങ്ങനെ എന്തെങ്കിലും ഒരു യോഗ്യത ഇല്ലെങ്കിൽ ഈ പറയപ്പെട്ട 7 ക്വാളിറ്റികൾ നമുക്കുണ്ടാവണം. സ്വർഗത്ത് പോവാൻ ഒരു അമല് മൂസാ നബിയോട് അള്ളാഹ് ചോദിച്ചല്ലോ, മൂസ നിനക്ക് സ്വർഗത്ത് കടന്നു പോകാൻ വല്ല വകുപ്പുണ്ടോ മൂസ എന്ന് ചോദിച്ചപ്പോ, നിനക്ക് വേണ്ടി നിസ്കരിച്ചു തമ്പുരാനെ എന്ന് മൂസാ നബി പറഞ്ഞപ്പോ, അതൊക്കെ നീ ഇരിക്കട്ടെ, അതൊക്കെ നീ നിനക്ക് വേണ്ടി ചെയ്താണ്, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. നിസ്കാരം സ്വർഗത്ത് പോവാൻ മാത്രം, കടന്നു പോവാൻ മാത്രമുള്ള അമലൊന്നുമല്ല. അതൊക്കെ നമുക്ക് ദുനിയാവിൽ രക്ഷപ്പെടാൻ വേണ്ടി, നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്തു വെക്കുന്നതാണ്. സ്വർഗം എന്ന അള്ളാഹുവിന്റെ ഭവനം, അതിങ്ങ് ചോദിച്ചു വാങ്ങാൻ പര്യാപ്തമായ എന്തെങ്കിലും ഒരു അമല് എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ടെങ്കിൽ മനസ്സ് നിറഞ്ഞ് ഈ മഗ്‌രിബിന് ശേഷം ചോദിക്കാം, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ക്വാളിറ്റി എങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ, സഹോദരങ്ങളെ, ഈ 7 ക്വാളിറ്റികളിൽ ഉൾപ്പെട്ടിട്ട് വേണം നമ്മൾ ആ ദുആ ചെയ്യാൻ. കൂടെയുള്ളവന് വിട്ടുപുറത്ത് കുടുംബ ബന്ധങ്ങൾ ചേർത്തിട്ട് സ്വർഗത്ത് പോവാനായിട്ടുള്ള സൽക്കർമ്മങ്ങളിൽ, അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട അമലുകളിൽ മാത്രം മുഴുകിയിട്ട് ചോദിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. സ്വന്തം കൂടപ്പറപ്പിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തേരെ. ഇതുവരെ മിണ്ടാത്തവനോട്, സ്വന്തം കൂടപ്പറപ്പിനോട് ഇതുവരെ സംസാരിക്കാത്തവനോട് അങ്ങോട്ട് പോയി ഒന്ന് മിണ്ടിയേരെ. അവൻ ഇങ്ങോട്ട് വന്നോട്ടെ എന്നല്ല, അവന്റെ കൈ അങ്ങോട്ട് പോയി പിടിക്ക്. അവൻ തട്ടിത്തെറിപ്പിച്ച് പോയാലും നിന്റെ കാര്യം സലാമത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാണ്, ചില ബാധ്യതകളുണ്ട് ഈ റമളാനിൽ. എനിക്കും നിങ്ങൾക്കും ചില ബാധ്യതകളുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ വിവർണമായിരിക്കുന്നുണ്ട്, മുഖം വിളറി വെളുത്തിരിക്കുന്നുണ്ട്, എന്തോ ദുഃഖം ബാധിച്ചതുപോലെ. എന്തോ വിളർച്ച ബാധിച്ചതുപോലെ റസൂലുള്ളാന്റെ മുഖം. ഖുൽതു, ഞാൻ ചോദിച്ചു, എന്താ നബിയേ നിങ്ങളുടെ മുഖം ഇങ്ങനെ വിവർണമായിരിക്കുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മാ ദഖല ജൗഫി മാ യദ്ഖുലു ജൗഫ ദാതി കബദിൻ സലാ. ഒരു മനുഷ്യന്റെ ഉള്ളിൽ കടന്നു പോകുന്ന ഭക്ഷണം ഈ 3 ദിവസമായിട്ട് ഈ മുഹമ്മദ് കഴിച്ചിട്ടില്ല കഅബേ. പട്ടിണിയാൽ എന്റെ മുഖം ഇങ്ങനെ വിവർണമായതാണ്, പട്ടിണി കൊണ്ട് എന്റെ മുഖം ഇങ്ങനെ വിളറി വെളുത്തു പോയതുപോലെയാ. കഅബ് റളിയല്ലാഹു അൻഹുവിന് സങ്കടമായി. കഅബ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി. എന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹു ജൂതനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് ഒട്ടകത്തിന് കൊടുക്കാനുള്ള വെള്ളം കോരിയിട്ട് ഓരോ തൊട്ടിക്കും ഓരോ കാരയ്ക്ക വാങ്ങിയിട്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടു കൊടുത്തപ്പോ ഹബീബായ തങ്ങളോട് നബി തങ്ങൾ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, യാ കഅബ്, കഅബേ അതുഹിബ്ബുനി യാ കഅബ്, എന്നെ നിനക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലേ കഅബേ, എന്നോട് നിനക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലയോ? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയേ. എന്നാൽ കഅബേ, എന്നെ ഇഷ്ടപ്പെട്ടാലുള്ള നിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഇന്നൽ ഫഖറ അസ്റഉ മൻ യുഹിബ്ബുനി മിനസ്സൈലി ഇലാ മആദിനിഹി. കഅബേ, എന്നെ പ്രിയം വെക്കുന്നവർക്ക് ദുനിയാവിൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും കടന്നു വരും കഅബേ. പ്രതിസന്ധികളുടെ നിലയില്ല കയത്തിൽ മുങ്ങേണ്ടി വരും കഅബേ. ഒരു ബലാഉം പരീക്ഷണങ്ങളും അവരെ പിടികൂടും കഅബേ. മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഞാനില്ല എന്നല്ല കഅബ് റളിയല്ലാഹു അൻഹു പറയും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അങ്ങയോടൊപ്പം ഞാൻ ഉണ്ട് എന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ആ കഅബ് റളിയല്ലാഹു അൻഹു മദീനയിൽ കാണാനില്ല. ഒരു ദിവസം നോക്കിയപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു മദീനയിൽ കാണാനില്ല. കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലോട്ട് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെല്ലുകയാണ്. രോഗിയായിട്ട് കിടപ്പിലാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കടന്നു ചെല്ലുക. അബ്ശിർ യാ കഅബ്, കഅബേ നീ സന്തോഷിച്ചു കൊള്ളുക, കഅബേ നീ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയവേ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുകയാണ്, ഹനീഅൻ ലകൽ ജന്നാ, കഅബേ നിനക്ക് സ്വർഗമുണ്ട് കഅബേ. ഉമ്മമാരെപ്പോഴും അങ്ങനെയല്ലേ പറയുള്ളൂ, എന്റെ മോനെ സ്വർഗത്താക്കണേ അല്ലാ എന്ന് പറഞ്ഞതുപോലെ മോനെ നിനക്ക് സ്വർഗം തരട്ടെ എന്നല്ല, കഅബേ നിനക്ക് സ്വർഗമുണ്ട് എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചൊരു മറുപടിയുണ്ട്, മൻ ഹാദിഹിൽ മുതഅല്ലിയ അലല്ലാഹ്, അല്ലാഹ് കൊടുക്കേണ്ട സ്വർഗത്തിന്റെ അവകാശം ആരാണ് ഇവിടെ ഉടമപ്പെടുത്തിയെടുത്തത്? ആരാണ് അവകാശം പറഞ്ഞത്? ഈ കഅബിന് സ്വർഗമുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് പറഞ്ഞത് ആരാണ്? കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയ ഉമ്മി യാ റസൂലല്ലാഹ്, അതെന്റെ ഉമ്മയാണ് നബിയേ. അപ്പോൾ റസൂലുള്ളാഹി ചോദ്യം ചോദിക്കുന്നു, ഏത് കഅബാണ്? ഏത് കഅബാണ്? അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് പാതിരാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ കഅബ്. അള്ളാഹുവിന്റെ റസൂല് പട്ടിണി കിടന്നപ്പോൾ കാരയ്ക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുകൊടുത്ത കഅബ് സ്വർഗമുണ്ട് എന്ന് ഉമ്മ പറഞ്ഞപ്പോ ഉമ്മ അള്ളാന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തോ ഉമ്മ എന്ന് ചോദിക്കുകയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ചോദിക്കുന്നു, മാ യുദ്രീകി യാ ഉമ്മ കഅബ് ലഅല്ല കഅബൻ ഖാല മാ ലാ യൻഫഉഹു ഔ മനഅ മാ ലാ യുഗ്നി. എല്ലാ ഉപകാരമുള്ള കാര്യങ്ങളും കഅബ് ചെയ്തു എന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുമുണ്ടോ ഉമ്മ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കഅബ് ഇടപെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ഉമ്മ? ഉമ്മ നിങ്ങൾക്കത് പറയാനുള്ള അവകാശമില്ല ഉമ്മ. എന്ത് മറുപടിയാണ്?
നിങ്ങൾ എന്താ പറയണ? കഅബിന് സ്വർഗം കിട്ടുമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഇവൻ ചെയ്ത തെറ്റുകൾ, അവൻ രഹസ്യമായി പരസ്യമായി ചെയ്ത തെറ്റുകൾ കഅബിനുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയുമോ ഉമ്മാ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സാമ്പത്തികമായും ശാരീരികമായിട്ടുള്ള ശുദ്ധി കഅബ് വരുത്തിയിട്ടുണ്ടോ ഉമ്മ? അത് വരുത്തിയെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റാതെ കഅബിന് സ്വർഗമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ അനുവാദമില്ല ഉമ്മ. ആ കഅബിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവെങ്കിൽ തെമ്മാടിത്തരങ്ങളും അഹങ്കാരങ്ങളും വൃത്തികേടുകളും മാത്രം ചെയ്തു കൂട്ടിയിട്ട് എപ്പോഴൊക്കെയോ പള്ളി വന്നൊന്ന് നിസ്കരിച്ചിട്ട് എന്തെങ്കിലും അധികം കിട്ടിയാൽ വല്ലവനും കൊണ്ട് സദക്കയുടെ പേരിൽ കൊടുത്തിട്ട് ഏത് സ്വർഗമാണ് മനുഷ്യരെ ഞാനും നിങ്ങളും ചോദിക്കുന്നത്? മഹാന്മാരായ സ്വഹാബത്തിന് പോലും അല്ലാഹു ഗ്യാരണ്ടി പറഞ്ഞില്ല എങ്കിൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പോലും അവർ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി നിലവിളിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, എന്റെ നിങ്ങളുടെയും അവസ്ഥ എന്താണ്? ഹറാമുകൾ മാത്രം കാണുന്ന, ഹറാമിന്റെ ചിന്താശകലങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്ന, പലിശയുടെയും പലിശയുടെയും കടത്തിന്റെ മേൽ കുടുങ്ങിയിട്ടു സുബ്ഹാനല്ലാഹ് സർവ ഹറാമിന്റെ വഴിത്താരകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ള സൂക്ഷ്മത പോലും ഇല്ലാതെ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഈ സ്വർഗം നരകമോചനത്തിന്റെ പത്തിൽ ഏത് സ്വർഗമാണ് ചോദിക്കുക? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശ്രദ്ധിച്ചു കേൾക്കണേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ വഹുവ യുസല്ലി മഅ ഹുദൂരിൻ വഖുശൂ. ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്, ഭയങ്കര ഭവ്യതയായിട്ട് നിസ്കരിക്കും അല്ലേ? നല്ല ഭവ്യതയാ, അയാൾ എന്ത് ദിക്റ, എന്ത് സ്വലാത്താണല്ലേ, നമ്മൾ പറയാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരാൾ നടന്നു പോയപ്പോൾ അയാൾ ഭയങ്കര ഖുശൂഅോടുകൂടി ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുമ്പോ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട് മൂസാ നബി, യാ റബ്ബ് മാ അഹ്സന സ്വലാത്ത, എന്തൊരു നിസ്കാരമാണല്ലേ റബ്ബേ, എന്തൊരു നിസ്കാരമാണല്ലേ റബ്ബേ. അല്ലാഹു മൂസാ നബിക്ക് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, ലൗ സല്ലാ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ അൽഫ റക്അ, ഓരോ രാത്രിയിലും പകലിലും അവൻ 1000 റക്അത്ത് നിസ്കരിച്ചാലും വഅഅതക അൽഫ റഖബ, ഓരോ ദിവസവും 1000 അടിമകളെ മോചിപ്പിച്ചാലും വസല്ല അലാ അൽഫി ജനാസ, ഓരോ ദിവസവും 1000കണക്കായ ജനാസ നിസ്കരിച്ചാലും വഹജ്ജ അൽഫി ഹജ്ജ, 1000കണക്കായ ഹജ്ജ് അവൻ ചെയ്താലും വഗസ അൽഫ ഗസ്വ, 1000കണക്കായ യുദ്ധം അവൻ ചെയ്താലും ലം യൻഫഉഹു യാ മൂസാ, ഒരു പ്രയോജനവുമില്ല മൂസാ, ഹത്താ യുഅദ്ദി സകാത മാലിഹി, അവന്റെ സകാത്ത്, അവന്റെ സമ്പത്തിന്റെ ധനത്തിന്റെ ശുദ്ധി വരുത്തേണ്ട സകാത്ത് എന്ന് പറയുന്ന മഹിതമായ കർമ്മം അവൻ നിർവഹിക്കാതെ അവന്റെ ഒരു റമളാനോ അവന്റെ ഒരു ഹജ്ജോ അവന്റെ ഒരു ഇബാദത്തോ അല്ലാഹു സ്വീകരിക്കൂല മൂസാ. സക്കാത്ത് കൊടുക്കാൻ, അർഹതപ്പെട്ട സക്കാത്ത് കൊടുക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരാള് വെസ്റ്റ് മുടിക്കൽ മഹല്ലിലോ യാത്രക്കാരായ എന്റെ സഹോദരങ്ങളോ പള്ളിയിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആ സക്കാത്ത് കൊടുത്തു വിടാതെ നിങ്ങളെയും എന്റെയും ഒരു അമല് പോലും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് സക്കാത്തിന് ഞാൻ യോഗ്യനാണ്. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ എന്റെ സക്കാത്തിന്റെ മുതൽ എന്റെ കയ്യിലുണ്ടോ? അതാ റസൂലുള്ളാഹി ചോദിച്ചത്, സാമ്പത്തികമായി ശാരീരികമായി ശുദ്ധി കഅബ് വരുത്തിയിട്ടുണ്ടോ? യവനിക്ക് അങ്ങനെ പൈസ കൊടുക്കാനുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ട് അതിന്റെ അകത്ത്. ഹക്ക് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. മറ്റുള്ളവന്റെ കടം മേടിച്ചിട്ട് ഞാൻ ഈ ഷോൾ ഇട്ടിട്ട് കൊണ്ട് എത്ര മുസ്ലിയാരാണെങ്കിലും മറ്റുള്ളവന്റെ കടത്തിന്റെ ഒരു അംശം എന്റെ പോക്കറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്റെ മയ്യത്തെങ്കിൽ ആ മയ്യത്തൊന്നും അല്ലാഹു കബൂലാക്കൂല, എത്ര ദിക്റും സ്വലാത്തും ചൊല്ലിയാലും. അതുകൊണ്ട് സാമ്പത്തിക ശുദ്ധി വരുത്തിക്കോളി മനുഷ്യരെ, സക്കാത്ത് അർഹതപ്പെട്ട ആളുകൾ കൊടുത്തോളി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മസലകകും ഫീ സഖർ, സഖർ എന്ന നരകത്തെ കുറിച്ച് അല്ലാഹു പറയുന്നു, അതിൽ കിടക്കുന്നത് ആരെന്നറിയോ? അതിൽ
കിടക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്രേ, ലം നകുൽ മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല അല്ലാ, ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല. വലം നഖ്തു വലം നകുൻ നുത്ഇമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടില്ല. ഒരു നേരത്തെ ഭക്ഷണം മുടക്കി, പാവങ്ങളുടെ ഭക്ഷണം മുടക്കി, അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തില്ല, അർഹതപ്പെട്ടതൊന്നും കൊടുത്തില്ല. എന്തോ കടമ തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ഖുർആൻ പറയുന്നു, സഖർ എന്ന നരകം ഹക്ക് പാലിക്കാത്തവനാണ്, ഹക്ക് പാലിക്കാത്തവനാണ്. വകുന്നാ നഖൂലു മഅൽ ഖായിലീൻ, എവിടെയെല്ലാം അലുമ്പുണ്ടോ, എവിടെയെല്ലാം വൃത്തികേടുണ്ടോ, എവിടെയെല്ലാം ഉഡായിപ്പ് പ്രവർത്തനങ്ങളുണ്ടോ, എവിടെയെല്ലാം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ, അവിടെയെല്ലാം എന്റെ ഹെഡും കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നരകത്തിൽ കിടക്കുക. പൈസ ഉണ്ടാക്കി വെച്ചിട്ട് അത് കൊടുക്കേണ്ട അർഹത കൊടുത്തില്ല എങ്കിൽ കിടന്ന് പിടയും. എന്തിനാ കൊടുക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന? എന്തിനാണ്? ഇത് അധികരിപ്പിക്കാൻ വേണ്ടിയല്ലേ? അധികരിച്ച് കുറെ ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് നീ മരിച്ച് മലന്ന് കിടന്നിട്ട് ആർക്ക് പ്രയോജനം? അതുകൊണ്ട് സക്കാത്തിന്റെ അർഹതയുണ്ടോ, അവകാശിയാണോ? ഇന്നത്തെ വെള്ളിയുടെ കണക്ക് പ്രകാരം ഒരു ഗ്രാമിന് 114 രൂപയാണ്. 67,830 രൂപ ഒരു വെള്ളിയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ സക്കാത്ത് കൊടുക്കേണ്ടവനാണ്. 67,000 സംതിങ്, 70,000 കൂട്ടിക്കോ, അതിന് 2.5% സക്കാത്ത് കൊടുക്കാതെ ഇരുന്നാൽ ഒരൊറ്റ അമലും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ജവാബുണ്ടാവില്ല. ഹക്ക് പാലിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ദീർഘമായി പറയാനുള്ളത് കൊണ്ടും പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാനത് ചുരുക്കുകയാണ്. അള്ളാഹു ഇനി പറയാനും കേൾക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ വ്യക്തമായിട്ട് ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ തന്നെ വ്യക്തമായിട്ട് പറയാൻ, അള്ളാഹു സക്കാത്ത് കൊടുക്കാത്തവന് കൊടുക്കുന്ന നരകത്തിലെ അദാബുണ്ട്. നല്ല ഈയം പോലത്തെ ചെമ്പിന്റെ നടുക്കിൽ ആ ഈയം ഇങ്ങനെ ഒരുക്കിയിട്ട് അവനെയും അവന്റെ പണത്തെയും കൂടി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. അവനും അവന്റെ പണവും അതിൻ്റെ അകത്തിരുന്ന് ഒരുങ്ങും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. വളരെ ഗൗരവമാണ് ചിന്തിച്ച് നമ്മൾ കൊടുക്കേണ്ട സക്കാത്തിന്റെ. ഫക്കീറുണ്ട്, മിസ്കിൻ. നമ്മുടെ നാട്ടിൽ ഒരുപാട് മിസ്കീന്മാരുണ്ട്, ഫക്കീറന്മാരുണ്ട്, സാധുക്കളുണ്ട്. അതെന്നെ തിട്ടപ്പെടുത്തിയിട്ട് സ്വർണത്തിന്റെ കണക്ക് എങ്ങനെയാണെങ്കിൽ അങ്ങനെ, വെള്ളിയുടെ നിങ്ങളുടെ പൈസ ഏത് രീതിയിലാണോ അത് നിങ്ങൾ കൊടുത്തേ മതിയാവൂ. എനിക്ക് ഏതെങ്കിലും ആൾക്കാർ സദക്ക എടുത്ത് കൊടുത്തിട്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ സദക്ക കൊടുക്കാറുണ്ടല്ലോ. സദക്ക ഒന്നും സക്കാത്തിൽ പെടൂല. സക്കാത്ത് ഫർളാണ്. തറാവീഹ് സുന്നത്താണ്. തറാവീഹ് നിസ്കരിക്കുക 30 നോമ്പിനും വന്ന് കൈകെട്ടും. നീ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ തറാവീഹിനൊന്നും ഗുണമില്ല. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് നിർബന്ധ ബാധ്യത, അത് കൊടുത്തേ മതിയാവൂ. അർഹതപ്പെട്ട 8 അവകാശികളിൽ നമ്മുടെ നാട്ടിൽ 2 അവകാശിമാർ ധാരാളമുണ്ട്. അർഹതപ്പെട്ടവർ കൊടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യും.